തണുപ്പ വെള്ളം. പാറ നിൽക്കണ നിർത്തം നോക്കാന്. ഇത് കണ്ടങ്ങള് ഐസിന്റെ മല. ഒള്ളൂ ഹൈ കയറ്റം കയറ്റി പോണല്ല. മതിലായിട്ട് നിൽക്കാണ് സ്കൂട്ടർ വെച്ചിട്ട്. ബാഗ് വീണാ നിക്ക്. ബാഗ് ഞാൻ തോജ് വെക്കോ. രണ്ടാൾക്ക് നല്ല രീതിയിൽ തല ചുറ്റുന്നുണ്ട് കേട്ടാ. ഭയങ്കര കതപ്പ്. തല ചുറ്റുന്നുണ്ട്. എന്തിയാ വെള്ളം വേണോ? ഞാൻ നിൽക്കണ ഇവിടുന്ന് താഴോട്ട് നോക്കി എന്തെങ്കിലും കാണുന്നുണ്ട. ഫുള്ളിടിഞ്ഞ് വയ്ക്കണേ. ഇതാണ് ആ ഫാൾസ് ഇട്ടാ. നമ്മളെ മച്ചാനത് അവിടുന്ന് കയറി വരുന്നുണ്ട്. മക്കളെ എങ്ങനെ നമുക്ക് കിടക്കാതിരിക്കുക? ഞാനും മച്ചാനും കൂടി കുറെ ഒന്ന് ബുദ്ധിമുട്ടിയിട്ടാ ഈ സ്ഥലത്തേക്ക് എത്താൻ. എങ്ങോട്ട് കയറി. വില്ലേജ് വൈബ്സിൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സച്ച് പാസ് കയറുന്ന ബോർഡറിലാണുള്ളത്. പോലീസ് ചെക്ക് പോസ്റ്റിൽ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ ടെൻ്റ് അടിക്കുക ചെയ്തത്. സമയം വൈകിക്കൊണ്ട് കയറി പോകാൻ പറ്റില്ല. ഇപ്പോൾ ടെൻ്റ് അടിച്ച് പിന്നെ നമ്മളിപ്പോൾ ഇവിടുന്ന് കയറാൻ പോകണം. നമ്മൾ മച്ചാൻ ചായ അടിക്കാൻ പോയത്. മച്ചാൻ ചായ അടിച്ച് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് സച്ച് പാസ് കയറും. ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ട് പറ്റായാലും നമ്മൾ വണ്ടി എന്താ പാട് കയറി പോകുന്നറിയില്ല. എന്തായാലും ഒരു പരീക്ഷണം നടത്തി വെക്കുകയാണ്. വിജയിക്കുന്നതിന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ആ കാണുന്ന അങ്ങനെ ഇതൊക്കെ റോഡുകളാണ്. അവിടെ അങ്ങ് കാണാം പല സ്ഥലത്തേക്കായിട്ട് റോഡുകൾ പോണ്. അടിപൊളി രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. നമ്മളെ ക്യാമറയിൽ എത്ര പകർത്തിയാലും ഇതിൻ്റെ ഭംഗി നമുക്ക് കിട്ടൂല. മലമുകളിലൊക്കെ ആണെങ്കിൽ കോടൊക്കെ ഇങ്ങനെ കയറി നിൽക്കണ്. കോടല്ല, മേഘങ്ങളാണ് കേട്ടോ. എന്താ ഭംഗിയെന്നറിയോ. അപ്പോൾ നമ്മളെ പോലീസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിതാ നമ്മൾ ചെക്ക് പോസ്റ്റ് കടന്നിട്ടുണ്ട്. ഇനി 2 കിലോമീറ്റർ പോയാൽ നെറ്റ്വർക്ക് ഒന്നും ഉണ്ടാവില്ല. അവർ പറഞ്ഞ എന്താ പറഞ്ഞാൽ റോട്ടിൽ ബ്ലാക്ക് ഐസ് ഉണ്ടാവുന്നു. അതായത് ഐസ് ഒരുക്കിയിട്ട് ടാറുമ്പോൾ ഐസ് കെട്ടിപ്പിടിച്ചെടുക്കണം. നമ്മൾ കാണില്ല, പക്ഷേ വണ്ടി നല്ല സ്കിഡാവുന്നു. എത്ര റൂട്ടിലൂടെ നമുക്ക് പോകാനുള്ളത് എന്താവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പോയി നോക്കാവോ. നമ്മളെ ഫ്രണ്ടുകളൊക്കെ നോക്കുകയാണെങ്കിൽ വ്യൂ എന്ന് പറഞ്ഞാൽ 1.5 വ്യൂ ആണ്. വാഹനങ്ങളൊന്നും അധികം സഞ്ചരിക്കാത്ത റൂട്ടാണ്. വല്ലപ്പോഴും ഒരു ജീപ്പ് ലോറിയോ ഒക്കെ പോയാൽ പോയി, അത്രേ ഉള്ളൂ. പിന്നെ കണ്ടില്ല നിങ്ങൾ റോഡിനെ നോക്കുകയാണ്. നിങ്ങൾ റോഡിൽ വരെ കട്ടയാണ് പതിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ പുല്ല് മുളച്ചിരിക്കണം. ഇത്രയും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റൂട്ടാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പുല്ല് പോലും മുളക്കൂല. അപ്പോൾ അത്തരം ഒരു റൂട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. കണ്ട അതിൽ ഇവിടുത്തെ കാടിൻ്റെ ആ ഫീലാണ് കിട്ടുന്നത്. ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. കയറി വന്നപ്പോൾ ചെറിയൊരു വാട്ടർഫാള്. നമുക്ക് കുടിക്കാൻ പറ്റിയ വെള്ളമാണിത്. നമുക്ക് ഇതിലും നല്ല ശുദ്ധമായത് കാണുകയാണെങ്കിൽ അവിടെ നിന്ന് നടക്കാം. ഒറിജിനൽ എന്താണ് മിനറൽ വാട്ടറാണ് നമുക്ക് ഇവിടുന്ന് കിട്ടലിട്ട. ഒരു കെമിക്കലും ഇല്ലാത്ത സാധനം കിട്ടും ഇവിടുന്ന്. പിന്നെ ലിപ്പാട് കരടി ഇതൊക്കെ ഉണ്ടാവുന്ന ബോർഡുകൾ ഉണ്ടായിരുന്നു അവിടെ താഴെ. റോഡ് കഴിഞ്ഞും തോന്നുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടാവും. മഞ്ഞുരുക്കി വരികയാണ്. മുകളിലൊക്കെ നോക്കുന്ന കോട, എത്രമാത്രം കോടയെന്നറിയോ. നമ്മളെ തൊട്ട് ഫ്രണ്ടിൽ ഇത് അടുത്ത ഫാൾസ്. ഇവിടെ നമുക്ക് വെള്ളം എടുക്കട്ടെ. അവിടെ പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. കുടിവെള്ളമാണിത്. നല്ല തണുപ്പ വെള്ളം. ഒരു സെക്കൻഡ് അവിടെ വെച്ചപ്പോൾ കൈയൊക്കെ മരവിച്ച് ആദ്യം തണുപ്പ്. ഐസ് വെള്ളമാണ്. മുകളിൽ ഐസ് ഉരുക്കിയിട്ട് വരുന്ന വെള്ളമാണിത്. കൈ മരവിച്ചു. ഊരിപ്പോരാനുള്ള ഊരിപ്പോരും വണ്ടി വന്ന്. നമുക്ക് ഇതൊന്നുമല്ല പ്രശ്നം. ഐസ്, ബ്ലാക്ക് ഐസ് ഉള്ള സ്ഥലങ്ങളാണ്.
ഇപ്പം തന്നെ പവർ നന്നായിട്ട് കുറയുന്നുണ്ട് വണ്ടിക്ക്. ഒരു വാട്ടർഫാൾ ഉണ്ട് നമ്മളെ വലത് ഭാഗത്ത്. വാട്ടർഫാൾ ഒന്നുമല്ല, നമ്മളെ തുടങ്ങി നമ്മളെ റോഡ് തോന്നുന്നുണ്ട്. പാറ നിൽക്കണ നിർത്താൻ നോക്കാന്. അത് റോഡിൻ്റെ അവിടെ ഫുള്ള് ചളി. ചളിയിൽ നല്ല താഴുണ്ട് സാധനം. റോങ് സൈഡ് എടുത്തിട്ട് തന്നെ ഓടിക്കണം, ഇല്ലാഞ്ഞാൽ പേരില്ലേ. പോടാ പോടാ. ഇത് ചില്ലറ പണിയൊന്നുമല്ല. ഇത് എനിക്ക് തോന്നിയില്ല അതിട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നുള്ളത്. വണ്ടി കയറുന്നില്ല, കാലൊക്കെ കുത്തി വലിപ്പിച്ച് വിടുകയാണ്. കാരണം ചളിയും കയറ്റവും. ഇനി ഇതിലും വലിയ കയറ്റാണ് ഉറപ്പാണ്, നമുക്ക് തിരിച്ചു പോരേണ്ടി വരും. പവറില്ല വണ്ടിക്ക്. ഡാറുണ്ടെങ്കിൽ പിന്നെയും പിടിച്ച് കയറുന്നുണ്ട്. ചളിയായിട്ട് കിടന്ന് തിരിയാണ് വണ്ടി. കാറൊക്കെ നിൽക്കണോ കണി. താഴേക്ക് സുരക്ഷാഭിത്തി ഒന്നുമില്ല. കെട്ടി ഈ കാറ്റത് ഒരിക്കലും കയറില്ല. 100% അത് കയറും തോന്നുന്നില്ല. അതൊക്കെ കയറി പോകുന്നുണ്ട്. കയറുക എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ട് മാത്രമല്ല, കാലൊക്കെ കുത്തിയിട്ടാണ് പോരുന്നത്. CC ഉള്ള സാധനം. ഇനിയിപ്പോൾ അത് അടുത്ത് അതിൻ്റെ മുന്നിൽ ഒന്ന് കഴിയുമ്പോൾ അടുത്ത് ഇവിടെ നിന്നുള്ള താഴേക്കുള്ള കാഴ്ച കണ്ട് നോക്കണേ ഒന്ന്. എന്താ പൊന്നെ, ഇങ്ങനെ കുത്തനുള്ള കാറ്റ്. ഈ കുത്തനുള്ള കാറ്റും വരെ കുറച്ച് ചളിയുണ്ട്. എന്ത് വണ്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ആ ചളി വെച്ചിക്കണത്. ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കാറ്റ് എത്രത്തോളം ഉണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് നേരിട്ട് ഇങ്ങനെ കാണണം, അപ്പോൾ അതിൻ്റെ കാറ്റ് എത്ര ഉണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. വീടിലിട്ട് വലിപ്പിച്ചാൽ ചളിയില്ലായ കാരണം അതും പ്രശ്നമാണ്. പോടാ കയറി പോടാ പോടാ കാറടാ. കയറി അടുത്ത ടാസ്ക് ചളി. എണ്ണയാണെങ്കിലോ വലിച്ച് കുടിക്കാണ് വണ്ടി. കാരണം 10 സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് തിരുമ്പാണ് ആക്സിലേറ്റർ. ഇപ്പോൾ 74 കിലോമീറ്റർ, അതായത് 74 കണക്ക്. ഇത് 140 എന്നുള്ള കണക്ക് എത്തുമ്പോഴാണ് നമ്മളെ ഈ കില്ലാറിലേക്ക് എത്തുക. ഇപ്പോൾ 74 ആയിട്ടുള്ളൂ. 140 എത്താൻ ഇനിയും 66 കിലോമീറ്റർ ബാക്കിയാണ്. എനിക്ക് തോന്നിയില്ല എന്തൊക്കെ ഉണ്ടാകുന്നുള്ളൂ അടുത്ത മുറ്റുമ്പോൾ. ഇതിലും വലിയ കാറ്റൊക്കെ വരികയാണെങ്കിൽ തിരിച്ചു വിടേണ്ടി വരുമ്പോൾ അത് എനിക്ക് തോന്നിയില്ല കയറുന്നുള്ളത്. അവിടെ ആ കയറ്റത്തിൽ വണ്ടി നിന്ന് മച്ചാനെ തള്ളി തന്നിട്ടപ്പോൾ കയറിയത്. മച്ചാൻ്റെ വണ്ടി കയറി പോകണം. മച്ചാൻ്റെ വണ്ടി 100 ഇന്നക്കായും 20 CC കൂടുതലാണ്. ഇതിൻ്റെ അത്ര ലഗേജ് വണ്ടിയുമല്ല.
അപ്പുറത്തെ വണ്ടിയും പലാലും വന്നിട്ടുണ്ട്. അത് കേറടാ, കേരിക്കൂട്. എന്താ കേറാനൊരു മതി, കേറടാണ്ട്. ലോറി ഇറങ്ങി, ലോറി കിട്ടും. നമ്മൾ താഴെ വിൻ്ററിൽ വീണ ഐസ് കട്ട പിടിച്ച് കിടക്കണ നോക്കുകയാണെങ്കിൽ അവിടെ നിർത്തി ഷൂട്ട് ചെയ്യാൻ കണ്ട് വണ്ടി വലങ്ങില്ല. ഇത് വരുന്ന അടുത്ത പുല്ലും കെട്ടി. ഇവിടുന്ന് താഴെയൊക്കെ നോക്കുകയാണെങ്കിൽ ഐസ് പാളികളൊക്കെ കിടക്കണ നോക്കുകയാണെങ്കിൽ ചെറിയ റിവർ ക്രോസ് ചെയ്യണം. റിവറല്ല, ഒരു റോഡ്. താഴെയൊക്കെ അങ്ങനെ ഐസ് പാളിയൊക്കെ കെടുത്താൻ നോക്കണേ. അതിനുള്ളിൽ കാലിയാണ്, മുകൾ ഭാഗത്ത് മാത്രം ഫില്ലറുമ്പോൾ നിൽക്കണ മാതിരിയാണ് നിൽക്കുന്നത് കേട്ടോ. വാട്ടർഫോൾ നോക്കുകയാണ്, ഒരു ഐസ് പാളി കെടുത്താൻ നോക്കുകയാണ്. എന്താ അതിൻ്റെയൊക്കെ വലിപ്പം. ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ വേറെ വണ്ടി വരുമോന്നാവും. ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് കൂടി എടുത്തിട്ടേ തിരിച്ചു വരാം. ഈ താഴെ കാണുന്നതൊക്കെ ഐസാണ് കേട്ടോ. അവിടുന്ന് ഒരു വാട്ടർഫോൾ നോക്കുകയാണ്. നമ്മളെ വണ്ടി നിൽക്കുന്ന തൊട്ട് ഫ്രണ്ടിലുള്ള ഐസ് പാളി എടുക്കണേ. പതുക്കെ പോയി നോക്കാം. മച്ചാനോട് ഞാൻ എൻ്റെ ബാക്കിൽ വരാൻ പറഞ്ഞതാണ്, കാരണം മച്ചാൻ്റെ വണ്ടി കയറി പോയിട്ടുണ്ട്. എൻ്റെ വണ്ടി തള്ളണ്ടി വന്നാൽ തള്ളണ്ടി വരും. ഓ പൊളി. താഴേക്ക് നല്ല വ്യൂ ആട്ടോ. ഇവിടെ ഉണ്ട്. ഇവിടെ ഫുൾ വാട്ടർഫോളാണല്ലോ. അടുത്തത് പാറിൻ്റെ മുകളിൽ നിന്ന് തട്ടുതട്ടായിട്ട് വരുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി. ഒരു നാഴൊക്കെ നോക്കാണ് ഇവിടെ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ. താഴെ എനിക്ക് ഒന്നും ആടിനെ നോക്കുന്ന ആളുകളുണ്ട്. അവരിതാവാനാണ് സാധ്യത. നായ കയറി പോടാ. നമുക്ക് മുകളിൽ അവിടെ നിർത്താൻ പറ്റുന്നത് നിർത്തിയിട്ട് ഇവിടെ ഒന്ന് കാണിച്ചു തരാണ്. ഞാൻ കാലൊക്കെ കുത്തിയിട്ടാണ് ഇപ്പോൾ പഠിപ്പിക്കണത്. പോടാ, കയറി പോടാ. അപ്പുറത്ത് അതാ വലിയൊരു ഫാൾസ്.
ഇതാണ് ആ ഫാൾസ് ഇട്ടാ. നമ്മളെ മച്ചാനത് അവിടുന്ന് കയറി വരുന്നുണ്ട്. താഴെ കുറേ ആളുകൾ ആടിനെ നോക്കുന്നുണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഉണ്ട്, അവിടെ കുറേ ആളുകൾ ആടിനൊക്കെ നോക്കുന്നുണ്ട്. നമ്മളെ മച്ചാൻ ഇതാ വരുന്നു. കാറ്റും പൊളിച്ചൊക്കെ ഉണ്ട്. മച്ചാനെ ചിലപ്പോ തള്ളണ്ടി വരുമോ? വണ്ടി യാത്ര പൂർത്തിയാക്കാൻ ഉണ്ടാവുമായിരിക്കും. ഫുൾ ഓഫ് റോഡ്, ഫുൾ ഓഫ് റോഡ്. ഇവിടെ നിർത്തണമെന്നുണ്ട്. നിർത്തി കാണിച്ചാൽ ഞാൻ ഒരു നിലക്ക് വരികയാണ് ഇവിടുന്ന്. അത് താളം തെറ്റും, അത് താളം തെറ്റും. വണ്ടി നിർത്തി കാണിച്ചതാ. ഇതാണ് വാട്ടർഫാൾട്ടാ. സത്യം പറഞ്ഞാൽ അത് ഞാൻ തലവെച്ച് കൊണ്ടെടുക്കണം. അത്ര റിസ്കിലത് ഓടിക്കണത്. ഏരിപ്പോടെ അടുത്ത ഫാൾസ്. ഇതെന്താ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണമെന്ന് ചോദിക്കരുതിട്ടാ. കാരണം വണ്ടിക്ക് ഇതിൻ്റെ മുകളിൽ ആടിനെ നോക്കണവരാന്ന് തോന്നുന്നുണ്ട്. തമ്പ് കെട്ടി താമസിക്കേണ്ടിട്ടാ അവരെ കുടിലുകളൊക്കെയാണിത്. ഇതിൻ്റെ മുകളിലൊക്കെ അല്ല കുറേ ആളുകൾ. എന്താ ചായക്കാടുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ നമ്മളൊരാളെ പരിചയപ്പെടുന്നുണ്ട്. ഭയ്യ നാം യാസിർ അലി യാസിർ അലി. ഓ घर है पठानकोट. इधर क्या काम है? पैसों का वो मतलब ആ അപ്പോൾ ആടിൻ്റെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ആട് നോക്കുന്ന ആളുകൾ തന്നെയാണിത്. അവിടെ വേറൊരാളുണ്ട്. ബ്രാവോ. ഇവിടെ വേറെ ആളുടെ ഞാൻ പരിചയപ്പെടുത്തി തരാം. भैया नाम नाम क्या बोलो हैं? क्या टाटू है नाम? क्या आरिफ. ആരിഫ് നാം ടാറ്റു പോലെ. ഇതാണ് ഇവരെ വീടുകൾ. ഇവരെ വീട് ശരിക്കും പട്ടാൻകോട്ടാണ്. ഇവർ ഇവിടെ ആടിനെ നോക്കി പശു പാല് വിറ്റിട്ടുള്ള ഉപജീവനമാർഗം തോന്നുന്നു. പാല് ആട് പശുവൊക്കെ അതാന്ന് തോന്നുന്നു ഇവർ ഇവിടെ ഉള്ളത്. ഇവർ രക്ഷയിലിട്ട ഒരുപാട് ആട്ടും കൂട്ടുണ്ട് റോട്ടുമേ. നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാക്കാണ് വാട്ടർഫാൾസ് കൊണ്ട് വാട്ടർഫാൾസ്. അവിടെയൊക്കെ ഒന്നും കാണുന്നില്ല. ഇവിടെ നിന്ന് തന്നെ പിന്നിട്ട വഴികൾ എത്രത്തോളം അപകടം പിടിച്ചാന്നുള്ളത് ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരൂല. ഇതുപോലുള്ള കുറേയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. വീഡിയോ എടുക്കാനുള്ള മൂടേ ഉണ്ടായിരുന്നില്ല. കാരണം കയറി പോരുമോ എന്നുള്ള ഡൗട്ട് കൊണ്ട്. കിടക്കണ എന്താ പറഞ്ഞാൽ ഇവിടെ ഓക്സിജൻ്റെ കുറവുള്ള സ്ഥലമാണ്. ഞാൻ വണ്ടി മാത്രം വെച്ച് പവറിൽ വണ്ടി പള്ളിയില്ല. അപ്പോൾ ഞാനിത് ഈ കാണുന്ന സ്ഥലത്ത് നിന്നിട്ടൊക്കെ കാലുകൊണ്ടൊക്കെ പരമാവധി പവറൊക്കെ കൊടുത്തിട്ടാണ് വണ്ടി മുന്നോട്ട് എത്തിക്കണേ. എന്ത് റിസ്ക് എടുത്തിട്ടാലും ഇത് പൂർത്തിയാക്കണം. ഹൈറ്റ് കയറി 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 പോവുകയാണ് നമ്മൾ. കയറി പോടാ,
കേറിപ്പോടാ ഇത്. വണ്ടിയിൽ അങ്ങോട്ട് പതുക്കെ ഓടിക്കാൻ പറ്റൂല, വണ്ടി നിൽക്കും, പവറില്ല. സ്പീഡിൽ ഓടിച്ചാൽ അത് കല്ല് മുട്ടിയുള്ള റോഡ് കൂടി വേണം നമുക്ക് സ്പീഡിൽ ഓടിക്കാൻ. ചൊവ്വയിൽ പോയവർ അവിടുത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യില്ലേ, ആ വീഡിയോ ഒക്കെ കണ്ട അങ്ങനെ അതുപോലുള്ള സ്ഥലങ്ങൾ കൂടി. ഇല്ല പൊന്നെ, എന്തൊക്കെയാണ് മുന്നിൽ നിന്നൊരു ഐഡിയ ഇല്ല. കോട മൂടിയിട്ട് റോഡാണെങ്കിൽ ഇതാ കുറേ ചൊവ്വൻ്റെ അതിൽ കളറുള്ള കറുത്ത കളറുള്ള കല്ലുള്ള സാധനം. ഇങ്ങോട്ടൊക്കെ എത്താനെടുത്ത എഫേർട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഒരു വീഡിയോ കണ്ടാലും ഒരാൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അവിടെ എത്തിയിരുന്നത്. അപ്പോൾ ചോദിക്കും ആരെങ്കിലും പറഞ്ഞയച്ചിട്ട് പോകണം, ആരും പറഞ്ഞയച്ചാൽ. തണുപ്പ് അതികഠിനമാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്ലൗസിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയ്യിലുള്ളിലൊക്കെ തണുപ്പ് കുത്തി കയറുകയാണ്. ചളിയിലെടുത്തൊക്കെ ഞാൻ കാലൊക്കെ കുത്തി തള്ളി കയറ്റിയാണ്. ഇവിടുത്തെ കിളി നോക്കണേ, എന്താ പ്രാവപ്പ ഇരുന്ന്, എന്താണിത്? കിളിനെ കാണിച്ച വണ്ടി അധികം മുട്ടില്ല. പിന്നെ അത്യാവശ്യം ഞാൻ ഈ വണ്ടി പവറില്ലാത്ത കാരണം വണ്ടിയെല്ലാം തള്ളിയിലൊക്കെ കയറ്റുന്നത്. അപ്പോൾ അവിടുത്തെ പവർ എടുക്കുന്നതൊക്കെ ശരീരത്തിന് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇവിടെ റേറ്റ് 10 കണ്ടങ്ങൾ ഐസിൻ്റെ മല. ഒന്നോ ഹൈ കയറ്റം കയറ്റി പോകണല്ലോ. ഇങ്ങോട്ട് നോക്കണേ, ഐസ് ഉരുകാതെ കിടക്കണ ഈ സമയത്തു. വെള്ളമുള്ള പിന്നെ ഇവിടെ ചില്ലറൊന്നുമില്ല, ഇവിടെ ഫുള്ള് തന്നെ. ഐസോണ്ട് മതില്, ഐസോണ്ട് മതില്, ഐസോണ്ട് മതില് കെട്ടിയിരിക്കണേ. ഐസോണ്ട് മതില് കെട്ടിയാണ് മക്കളെ, ഐസോണ്ട് മതില്. ഇവിടൊക്കെ നല്ല രീതിയിൽ ഇത് ഐസ് ഇട്ടാ മതിലായിട്ട് നിൽക്കണ്. സ്കൂട്ടർ വെച്ചിട്ട് വീണ്ടും ടാസ്ക് ആണല്ലോ, വീണ്ടും ടാസ്ക് ആണല്ലോ. അത് ഒറ്റക്ക് കയറൂല. മച്ചാൻ വരണം, മച്ചാൻ വരണം.
മച്ചാനിതാ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ കയറുന്നില്ല. അപ്പോൾ ഞാൻ മച്ചാൻ വരാൻ വെയിറ്റ് ചെയ്താണ്. വണ്ടിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് മച്ചാൻ്റെ കൈ ഫ്രീസ് ആയിരിക്കുന്നു. മച്ചാൻ സൈലൻസർ നമുക്ക് അത് കൂട്ടി പിടിച്ചിന്. നടക്കുമ്പോൾ നമുക്ക് തല മിന്നണ മാതിരില്ല. ചൂടില്ല സൈലൻസർ പിടിച്ചിട്ട്. തള്ളിയാലോ തള്ളിയാലോ? ഒന്ന് മാറ്റി കൊടുത്തേ. വണ്ടി മാറ്റണോളൂ, പോവില്ല. ഇതാണ് മേലെ കയറ്റിട്ടോ, എന്നിട്ട് വന്നാ മതി. वो थोड़ा हेल्पिंग है। हाँ ऊपर है वो, मेरे गाड़ी में लगेज ज़्यादा थोड़ा प्रॉब्लम, वो हेल्पिंग बाद में। क्या तलना तलना अच्छा ना तलना ആ വണ്ടിക്ക് പോണടാ. ആ ഞാൻ തള്ളിത്തരാം. ബാഗ് വീണാ? നിനക്ക് ബാഗ് ഞാൻ എടുത്തോളാം, ചോദിക്കോ. അവിടെ ആ കല്ലുമെന്ന് ഫ്രണ്ടാണ് വണ്ടി വന്നില്ല. വേറെ അടിച്ചു വാ 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 വേഗം വാ. സ്റ്റെപ്പിന് പിടിച്ച് തള്ളണം കേട്ടാ, സ്റ്റെപ്പിന് പിടിച്ച് തള്ളണം. തള്ളി 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 ഇവിടെ തള്ളണം, കയറൂല. സ്റ്റെപ്പിന് പിടിച്ച് തള്ളിക്കോ. ഒന്നുകൂടി കയറിയാൽ പോരും. ആടെ ഉണ്ട്, ഇക്കുണ്ട് ഇക്കുണ്ട്. കഥപ്പ് മാറി വെള്ളം കുടിക്കണം. ഓക്സിജൻ്റെ പ്രശ്നമാണ് നമുക്ക്. രണ്ടാൾക്ക് നല്ല രീതിയിൽ തല ചുറ്റുന്നുണ്ട് കേട്ടാ. ഭയങ്കര കഥപ്പ്, തല ചുറ്റുന്നുണ്ട്. എന്തിയാ വെള്ളം വേണോ? വെള്ളം വേണോ? ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ നിൽക്കണ ഇവിടുന്ന് താഴോട്ട് നോക്കി എന്തെങ്കിലും കാണുന്നുണ്ടോ? ഫുള്ള് ഇടിഞ്ഞ് വയ്ക്കണം. എൻ്റെ പൊന്നെ, റോഡും കാണുന്നില്ലല്ലോ. നമ്മൾ ഫോഗ് ലാമ്പിൻ്റെ ഇത് അവിടുന്ന് പറഞ്ഞു പോന്ന് ജർക്ക് ചെയ്ത്. അപ്പോൾ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫോഗ് ലാമ്പൊക്കെ നമുക്ക് ആ പാസ്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഇസ്താറത്തിൻ്റെ ശേഷം നമുക്ക് ഫിറ്റ് ചെയ്യാം. കൈയൊക്കെ കുത്തി മരവിക്കണ തണുപ്പാ. കേറടാ.
എല്ലാം പവർ കുറഞ്ഞിട്ട് വണ്ടി തോലും കാര്യമില്ല. നമ്മൾ ശരീരത്തിന് ഓവർ പവർ കൊടുക്കുമ്പോൾ തല ഇട്ട മാതിരി. അല്ലോ അടച്ചു, ശരീരത്തിനും ഭയങ്കര പ്രശ്നമുണ്ട്. 4 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ച് കഴിഞ്ഞിപ്പോൾ. താഴേക്കൊക്കെ നോക്കാൻ ഈ കണ്ണ് കാണാത്ത രീതിയിലുള്ള കൊക്കയാണ്. ഐസൊക്കെ ചളി പിടിച്ച് കിടക്കുകയാണ്. ഇവിടെയൊക്കെ വിൻ്റർ സമയത്ത് എന്താവും അവസ്ഥ അല്ലേ, ആലോചിക്കാനേ പറ്റുന്നില്ല. എത്തിന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് കാണുന്നത്, ബിൽഡിംഗ് ഒക്കെ. മക്കളെ എങ്ങനെ നമുക്ക് കിടക്കാതിരിക്കുക? ഞാനും മച്ചാനും കൂടി കുറെ ഒന്ന് ബുദ്ധിമുട്ടിയിട്ടോ ഈ സ്ഥലത്തേക്ക് എത്താൻ. ഇങ്ങോട്ട് കയറി നമ്മുടെ വണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. കാണണ്ട, സമുദ്രനിരപ്പിൽ നിന്ന് 14,452 അടി ഫീറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. സച്ച് പാസ് നമുക്ക് ഇതിനെ പറ്റി അറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പാസ് കയറാനുള്ള അറിയില്ലായിരുന്നു. കില്ലാർക്ക് ഇഷ്ടം റൂട്ട് മാത്രമേ വിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു രക്ഷയിലിട്ട് ഞാനും മച്ചാനും കുറച്ച് ബുദ്ധിമുട്ട് തല ചിറ്റിയിട്ടും വണ്ടി വലിയായിട്ട്. മച്ചാൻ്റെ വണ്ടി കയറിപ്പോണ്ട്. മച്ചാൻ്റെ വണ്ടി ലഗേജ് കുറവാണ്, CC കൂടുതലാണ്. എൻ്റെ വണ്ടിക്കാണെങ്കിൽ 113 CC. ഈ കണ്ട ലഗേജും പല സ്ഥലത്തും കാല കുത്തി, ചില സ്ഥലത്തേക്ക് മച്ചാൻ തള്ളി തന്ന് ഞങ്ങൾ രണ്ടാം കൂടി കുറെ ഒന്ന് എന്താ പറയുക റിസ്ക് എടുത്ത് കിട്ടാം. സത്യം പറഞ്ഞ ഇവിടുന്ന് കരച്ചിൽ വരണ്ട ഞങ്ങൾക്ക് ഇവിടെ എത്തിയിട്ട്. കാരണം ഞങ്ങൾക്ക് ഇവിടെ കയറി വരാൻ പറ്റുമെന്ന് നമുക്കൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഞാനും മച്ചാനും ഇവിടെ എത്തി. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ ഇതിലും ഡേഞ്ചർ റൂട്ടിലേക്ക് നമുക്ക് പോകാനുള്ള കേട്ടോ, കില്ലാർ ക്രിസ്തുവാർ. പക്ഷെ അത് ഇത്രത്തോളം നമുക്ക് പാസ് ഒന്നും കയറാനില്ല, വണ്ടിക്കൊന്നും പവറിന് പ്രശ്നമില്ല. നമുക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. പക്ഷെ റോഡ് കുറച്ച് ഡേഞ്ചർ ആണെന്നുള്ളൂ. നമ്മളിത് പാസ് ഏറ്റവും ടോപ്പിലെത്തി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുക താഴെ കിട്ടാം. പൊന്നു മക്കളെ ഞാൻ സംസാരിക്കുമ്പോൾ നോക്കിട്ട് നോക്കി ശ്വാസം കൂടുമ്പോ തന്നെ നമുക്ക് ഇവിടെ അടുപ്പ് കത്തിച്ച് കൈ വെക്കാൻ പോകണം. ഇപ്പൊ അല്ലാതെ ഒന്നും ചെയ്യാനില്ല. നല്ല രീതിയിൽ ചൂന്നുണ്ട്. കൈ ഫ്രീസായി, കളറെല്ലാം മാറിയിട്ടാ. ബ്ലഡ് സ്റ്റക്ക് ആവേ. നോക്കട്ടെ, ഇവിടെ ഇതേ അടുപ്പുണ്ട്, അടുപ്പത്ത് പോയി കൈ ഇട്ടിട്ടാ. കിസ്തുവാറും കഴിഞ്ഞിട്ട് ശേഷം ആദ്യം സ്റ്റീൽ ക്ലാസ്സിൽ കൂട്ടി പിടിച്ചാൽ മതി. ആദ്യം ഒരു മെക്കാനിക്കിന്റെ അടുത്ത് പോയിട്ട് വണ്ടിയുടെ ബോൾട്ടൊക്കെ നോക്കേണ്ടി വരും. ആകെ പെട്ട് കിടക്കുക. എന്താ പറഞ്ഞ സമയം 5:20 ഈ സമയത്ത് ഒരിക്കലും ഇത് ഇറങ്ങൽ ശാശ്വതമല്ല. കാരണം ഇതിനെ കയറി വന്നതിനേക്കാളും കൂടുതൽ ഐസ് വീണ്ടെടുക്കുന്ന താഴെയാണ്. കണ്ണ് കാണാത്ത രീതിയിൽ ഇതേമാർക്ക് ചാറ്റൽ മഴയുണ്ട്, തണുത്ത് പിറക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങൽ ഒരിക്കലും പോസിബിൾ അല്ല ഈ സമയത്ത്. അപ്പോൾ ഇവിടെ താമസിക്കല്ല, ഒന്നും ചെയ്യാല്ല. ഇവിടെ ആണെങ്കിൽ ഇതാ ഈ ചായക്കട മാത്രമേ ഉള്ളൂ. മൂപ്പർ ഇവിടെ കിടന്നോയിരുന്നു. പക്ഷേ കൊടുക്കാൻ നമ്മളെ കയ്യിൽ ക്യാഷ് ഇല്ല, ഗൂഗിൾ പേയിലേ ഉള്ളൂ. ഉള്ള ക്യാഷ് ഇപ്പോൾ ഇവിടെ കൊടുത്താൽ എണ്ണ അടിക്കാൻ കൊടുക്കും. അപ്പോൾ ടെൻറ്റ് അടിക്കാൻ വെച്ചപ്പോൾ അടിച്ചോളി തന്നെ. പക്ഷേ ടെൻറ്റിലൊക്കെ ഈ കാലാവസ്ഥയിൽ കിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ കണ്ട ഞങ്ങളല്ലത്
അപ്പൊ അത് സ്ലീപ്പിംഗ് ബാഗും 2 ബ്ലാങ്കറ്റോ 3 ബ്ലാങ്കറ്റോ മേത്തിട്ട് മച്ചാനും ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ ഈ ഹോട്ടല് ചായപ്പീടിയില് ഇവിടെ കിടക്കാൻ പറഞ്ഞു. ഇവിടെ കിടക്കണം 200 റുപ്യ കിടക്കാൻ. എന്തായാലും വേണ്ടിയില്ല, കാരണം ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. ഇവിടുന്ന് നമ്മൾ താഴെ ഇറങ്ങാനുള്ള ഭാഗത്തേക്ക് ഇതിനൊക്കെ മഞ്ഞ് വീണ്ടെടുക്കുന്ന സ്ഥലമാണ്. ചാറ്റൽ മഴ പെയ്തിട്ട് കാറ്റടിച്ചിട്ടും തണുത്ത് മരവിച്ച്. മച്ചാൻ ഇവിടെ ഉണ്ട്. അച്ഛൻ്റെ മുഖം ഇവിടെ ഇവിടെ മച്ചാൻ്റെ മുഖം കാണാൻ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം കേട്ടോ. നമുക്ക് ഇവിടുന്ന് താഴേക്ക് ഇറങ്ങണത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.